പശ്ചിമേഷ്യ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ബെർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും മറുവശത്ത് ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ലെബനിലെ ഇസ്രയേലിന്റെ സൈനിക ഇടപാടുകളും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ തർക്കങ്ങളും പശ്ചാത്തലമായി നിലനിൽക്കുന്ന ഈ പ്രതിസന്ധി കേവലം ഒരു പ്രാദേശിക പ്രശ്നങ്ങളിൽ നിന്നും മാറി ആഗോള ഊർജ്ജ സാമ്പത്തിക സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി പരിണമിച്ചിരിക്കുന്നു. ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ നാവിക ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ജലപാത തുറന്നുകൊടുക്കുന്നത് തന്ത്രപരമായി വലിയൊരു തെറ്റായിരിക്കുമെന്നാണ് ടെഹ്റാൻ കരുതുന്നത്. ഇതുവരെയുള്ള ചർച്ചകളിൽ അമേരിക്ക നൽകിയ ഉറപ്പുകൾ തങ്ങൾക്ക് മതിയാകില്ലെന്നും മറിച്ച് കരാറിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വ്യവസ്ഥയും അക്ഷരം പ്രതി നടപ്പിലാക്കണമെന്നുമാണ് ഇറാൻ വാശി പിടിക്കുന്നത്. കരാറിന്റെ വിശാലമായ ചട്ടക്കൂടിനെ ദുർബലപ്പെടുത്തുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ അത് അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകൾ ഒരു നിർണായകമായ വഴിത്തിരിവായി മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ വളരെ കൃത്യവും എന്നാൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതുമാണ്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് ഇറാൻ ഉന്നയിക്കുന്നത്. IRGCയുമായി ബന്ധപ്പെട്ട് അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കുറഞ്ഞത് $12 ബില്യൺ വരുന്ന ഇറാനിയൻ ആസ്തികൾ ഉടൻ വിട്ടു നൽകണം. ഇറാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ ഈ തുകയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് അവർ വാദിക്കുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കുന്ന രീതിയിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഉപരോധങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യണം. തങ്ങളുടെ എണ്ണ വിപണി അന്താരാഷ്ട്ര തലത്തിൽ സുഗമമായി പ്രവർത്തിക്കാൻ ഇത് അനിവാര്യമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ലെബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും അവിടെ നിന്നും സൈന്യം പൂർണ്ണമായി പിന്മാറുകയും വേണം. മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇത് അത്യാവശ്യമാണെന്നാണ് ഇറാന്റെ നിലപാട്. ഈ ആവശ്യങ്ങൾ ഓരോന്നും ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് ഇറാൻ ഭരണകൂടം ആവർത്തിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഈ നിബന്ധനകൾ അംഗീകരിക്കുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി ഇത്രയും വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഈ ഇടുങ്ങിയ ജലപാത, ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണയും പ്രകൃതിവാതകവും ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആഗോള ഊർജ്ജ ആവശ്യത്തിന് ഏതാണ്ട് 1/3 ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. കടലിടുക്ക് അടച്ചാൽ എണ്ണവില ആഗോള വിപണിയിൽ കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളെ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ഈ തടസ്സം നേരിട്ട് ബാധിക്കും. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ആയുധമായി ഈ കടലിടുക്കിനെ കാണുന്നു. അമേരിക്കൻ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഇതിലൂടെ മാത്രമേ തങ്ങൾക്ക് കഴിയൂ എന്ന് ടെഹ്റാൻ വിശ്വസിക്കുന്നു. അമേരിക്ക സെൻട്രൽ കമാൻഡ് നിലവിൽ ഈ പ്രദേശത്ത് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാൻ കടലിടുക്ക് അടച്ചിട്ടതായി പ്രഖ്യാപിച്ചെങ്കിലും കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഇറാന്റെ ഇപ്പോഴത്തെ കടുത്ത നിലപാട് അമേരിക്കൻ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന അമേരിക്കൻ സംഘത്തിലെ JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് വലിയൊരു കടമ്പയാണ്. ഒരു വശത്ത് സഖ്യകക്ഷിയായി ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കണം, മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കണം, ഒപ്പം ആഗോള എണ്ണ വിപണി തകരാതെ നോക്കുകയും വേണം. ഈ 3 ലക്ഷ്യങ്ങളും ഒരേ സമയം കൈവരിക്കുക എന്നത് അസാധ്യമായ ഒന്നാണെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. 2015 ആണവ കരാറിൽ നിന്നും 2018 ഡൊണാൾഡ് ട്രംപ് പിന്മാറിയത് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. അതിനുശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുകയും അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ വൈരാഗ്യം ഇപ്പോൾ ലെബനൻ യുദ്ധവുമായി കൂട്ടിച്ചേർക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യ മറ്റൊരു വലിയ സംഘർഷത്തിലേക്ക് എടുത്തുചാടുകയാണ്. നേരത്തെ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ഒരു വലിയ പ്രത്യാശയായി കണ്ടിരുന്നെങ്കിലും ഇറാന്റെ പുതിയ നിബന്ധനകൾ ആ ചർച്ചകളുടെ ഗതിയെ മാറ്റിമറിച്ചിരിക്കുന്നു. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു കരാറിലെത്താനാണ് ലക്ഷ്യമിടുന്നതെങ്കിലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന $12 ബില്യൺ ആസ്തി പ്രശ്നം ഈ സമയപരിധിയെ അനിശ്ചിതത്വത്തിലാക്കിയിട്ടുമുണ്ട്. ഇറാൻ അമേരിക്ക നയതന്ത്ര പോരാട്ടം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കരാർ വ്യവസ്ഥകൾ പാലിക്കാതെ മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന ഇറാന്റെ ഉറച്ച നിലപാടും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലാത്ത അമേരിക്കൻ നിലപാടും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സമാധാനത്തിനായി പുനരാരംഭിക്കാൻ കഴിയുമോ എന്നത് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈ തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ വ്യാപിപ്പിക്കുമെന്ന് മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയൊരു തകർച്ചയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ആണവായുധങ്ങളുടെ ഭീഷണി, സാമ്പത്തിക ഉപരോധങ്ങൾ, ഒപ്പം കടൽപ്പാതകളിലെ യുദ്ധതന്ത്രങ്ങൾ എന്നിവ ചേർന്നുള്ള ഈ സമ്മിശ്രമായ പ്രതിസന്ധി 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നയതന്ത്ര വെല്ലുവിളികൾ ഒന്നായി മാറിയിരിക്കുന്നു. സമാധാനത്തിന് പാത തുറക്കാൻ ഇരു രാജ്യങ്ങളും പരസ്പരം വിശ്വാസത്തോടെയുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്നതാണ് വരും നാളുകളിലെ ഏറ്റവും വലിയ ചോദ്യം.